ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന്റെ 2 സിനിമകളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ നീര എന്ന സിനിമയുടെ കേരള ട്രാക്കിംഗ് ആണ് പതിവ് പോലെ ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത്. സിനിമയുടെ 31ാം ദിവസമാണ് ഇന്ന്. 5ാമത്തെ ശനിയാഴ്ച ദിവസം കൂടെ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളെക്കാളെല്ലാം തന്നെ മികച്ച ദിവസമാണ് എന്ന് ട്രാക്കിങ്ങിൽ നിന്ന് വ്യക്തമാകുന്നു. ഇന്നലെ ഇതേ സമയം 5 ലക്ഷത്തിൽ പരമായിരുന്നു കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 8 ലക്ഷത്തിൽ പരമാണ്. അപ്പോൾ ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ സിനിമ 10 ലക്ഷം ടച്ച് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. തിയേറ്ററുകളിലെ ക്രിസ്മസ് നാളുകളിലെത്തിയ ഒരു ലോ ബഡ്ജറ്റ് കോർട്ടോറം ഇമോഷണൽ ഡ്രാമ സിനിമയെ സംബന്ധിച്ച് 5ാമത്തെ ശനിയാഴ്ച കളക്ഷൻ ഈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ അർത്ഥത്തിലും പറയാം, നിസ്സംശയം പറയാം, വേറെ ലെവൽ കളക്ഷൻ എന്ന. നാളെ ഞായറാഴ്ച എങ്ങനെ പോയാലും ഇന്നത്തേക്കാൾ കളക്ഷൻ സിനിമ നേടിയെടുക്കും. 47 കോടി കേരള കളക്ഷൻ നേരത്തെ തന്നെ മറികടന്ന സിനിമ 47 കോടി 50 ലക്ഷത്തിലേക്ക് ഫൈനൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ കൃത്യമായ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടാം. നേരിന്റെ കളക്ഷൻ തീരുമ്പോൾ ഉടനെ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ ലാലേട്ടിന്റെ അടുത്ത ബ്രഹ്മാണ്ഡ സിനിമ കൂടിയ മലൈക്കോട്ടെ വാലിബൻ. ജനുവരി 25-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ പ്രീസിൽ കളക്ഷനും ബുക്കിംഗ് എല്ലാം തന്നെ കണ്ട കൂടുതൽ പ്രേക്ഷകർക്കും അറിയേണ്ടത് മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമ എത്ര കോടി കേരളത്തിൽ FT കളക്ഷൻ നേടിയെടുക്കും, FT റെക്കോർഡ് കേരള കളക്ഷൻ സിനിമ നേടിയെടുക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ടാണ്. അതിൽ കൂടുതൽ പ്രധാനമായിട്ടും അറിയേണ്ടത് ഏകദേശം 2-3 മാസങ്ങൾക്ക് മുന്നേ എല്ലാം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ ലിയോ എന്ന വിജയ് ചിത്രത്തിന്റെ കേരള റെക്കോർഡ് FT കളക്ഷൻ മലൈക്കോട്ടെ വാലിബൻ മറികടക്കുമോ ഇല്ലയോ എന്നറിയാനാണ്. വിജയ് ചിത്രം ലിയോ കേരളത്തിന്റെ ഒരു പൊട്ടൻഷ്യൽ FT കളക്ഷൻ എല്ലാം തന്നെ കാണിച്ചു തന്ന സിനിമയാണല്ലോ. 12 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു കേരളത്തിൽ നിന്നും ലിയോ ആദ്യ ദിവസം നേടിയെടുത്തത്. ആ ഒരു റേഞ്ച് കളക്ഷനിലേക്ക് മലൈക്കോട്ടെ വാലിബൻ എത്തുമോ എന്നൊരു ചോദ്യത്തിലേക്കാണ് കൂടുതൽ പ്രേക്ഷകരും കമന്റ് ബോക്സിൽ വരുന്നതെങ്കിൽ ഇപ്പോഴത്തെ സാധ്യത വെച്ച് ട്രാക്കിംഗ് ട്രെൻഡ് എല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ മലൈക്കോട്ടെ വാലിബൻ ഒരുപക്ഷെ 10 കോടി കളക്ഷൻ മറികടക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ലിയോയെ മറികടക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. അതേസമയം കേരളത്തിൽ ലിയോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത KGFന്റെയും ഒടിയന്റെയും ഫൈനൽ കേരള FT കളക്ഷൻ വാലിബൻ മറികടക്കാനുള്ള എല്ലാവിധ സാധ്യതകളും നിലവിലെ ട്രെൻഡ് വെച്ച് നാം കാണുന്നു. വാലിബന്റെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ എല്ലാം തന്നെ കേരളത്തിൽ ഏകദേശം 5 കോടിയോളം രൂപയിലേക്ക് എത്തപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും 8-10 കോടി റേഞ്ചിലെല്ലാം തന്നെ മലൈക്കോട്ടെ വാലിബൻ ആദ്യ ദിവസം കേരളത്തിൽ നേടിയെടുക്കാനായിട്ട് കഴിയും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലിയോയ്ക്ക് ശേഷമുള്ള ഏറ്റവും കൂടുതൽ കേരള കളക്ഷൻ ലഭ്യമായ സിനിമയായിട്ട് മലൈക്കോട്ടെ വാലിബൻ മാറും. 7 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു ഒടിയന്റെയും KGF ചാപ്റ്റർ 2വിന്റെയും FT കേരള കളക്ഷൻ. ഇതിനിടയിലെ മലൈക്കോട്ടെ വാലിബൻ എന്തുകൊണ്ട് ലിയോയുടെ FT കേരള റെക്കോർഡ് കളക്ഷൻ മറികടക്കാൻ പറ്റുന്നില്ല എന്നൊരു ചോദ്യമെല്ലാം തന്നെ കൂടുതൽ പ്രേക്ഷകർ ചോദിക്കാം. എന്നാൽ അതിന് നമുക്ക് തന്നെ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ലിയോയുടെ ഹൈപ്പ് അല്ല മലൈക്കോട്ടെ വാലിബന് നിലവിലുള്ളത്. സിനിമയുടെ അണിയറ പ്രവർത്തകർ വേറെ ലെവൽ ഹൈപ്പിലേക്കൊന്നും തന്നെ മലൈക്കോട്ടെ വാലിബനെ കൊണ്ടുപോയിട്ടില്ല. തിയേറ്ററുകളിലേക്ക് വന്ന് കണ്ട് നെട്ടു എന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത്. അതേസമയം റിലീസ് എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ ലിയോയുടെ അത്രത്തോളം സ്ക്രീൻ കൗണ്ടോ അതല്ലെങ്കിൽ ആദ്യ ദിവസത്തെ കേരള ഷോ കൗണ്ടോ ഒന്നും തന്നെ മലൈക്കോട്ടെ വാലിബൻ ഇല്ല എന്നത് പ്രത്യേകം എടുത്ത് പറയട്ടെ. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുന്ന മലൈക്കോട്ടെ വാലിബന്റെ അടുത്ത റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ.